ഞാൻ ഇന്നും ഓർക്കുന്നു. ഒറ്റ കുത്തേ കുത്തിയുള്ളൂ. ഇരട്ടച്ചക്ക മമ്മു താഴെ. അല്ലേലും കാളറാമോ പണ്ടേ രണ്ടും കൽപ്പിച്ചവനാ. ജയിലിൽ നിന്ന് വിട്ടു. രാവിലെ കടവത്ത് വെച്ച് കണ്ടെന്ന് എന്റെ മോൻ പറഞ്ഞു. ഇനി ഇങ്ങോട്ട് വന്നാൽ എന്തൊക്കെയാണാവോ നടക്കാൻ പോണേ. ശങ്കര, നീ അന്ന് സാക്ഷി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ ദാമു രക്ഷപ്പെട്ടു പോയാനെ. പോലീസ് കൊണ്ടുപോകുമ്പോഴും നിന്നെ തുലച്ചുകളയെന്ന് പറഞ്ഞാ പോയത്. എന്നെ ഒരു പുല്ലും ചെയ്യത്തില്ല. എന്റെ മേത്തും ചോര തന്നെ ഓടണം. നീ പോടേ. അയ്യോ, കാളദാമു. അതേടാ, കാളദാമു തന്നെ. ദാമുവിനെതിരായി നീ സാക്ഷി പറയും. അല്ലടാ പട്ടി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. താമസ സൗകര്യം വല്ലതും ആയോ? തൽക്കാലം ഇവിടെ താമസിക്കുന്നു, സർക്കാർ ചിലവിൽ. തബള, ല ല ലി ലി ലം ലാം. സാറേ, ഈ ബിന്ദു കരയുന്നു. ബിന്ദു ഇവിടെ വരൂ. എന്തിനാ ബിന്ദു കരയുന്നത്? രാഘവ എപ്പോഴും എന്നെ കളിയാക്കുന്നു. ഞാൻ അച്ഛനില്ലാതെ ഉണ്ടായതാണെന്ന്. രാഘവൻ ഇവിടെ വരൂ. എടാ, നീ ഇവിടെ വരുന്നത് പഠിക്കാനോ അതോ അച്ഛനെ അന്വേഷിക്കാനോ? ആ കുട്ടിക്ക് അച്ഛനില്ലാത്തോണ്ട് പറഞ്ഞതാ. നിന്നോട് ആര് പറഞ്ഞത് അന്വേഷിക്കാൻ? നീ ഇങ്ങനെ കിടങ്ങും. പിന്നെ അങ്ങനെ അങ്ങനെ അവിടെ പോയിരിക്കേ. സാറ കുട്ടിയെ അടിക്കണ്ടായിരുന്നു. അവൻ പറഞ്ഞ തെറ്റൊന്നുമില്ല. തന്നെയുമല്ല, അവന്റെ അച്ഛൻ വണ്ടിക്കാരൻ ദാമോദരൻ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ചട്ടമ്പിയാ. ഇരട്ടച്ചങ്ക മമ്മൂനെ ഒറ്റ കുത്തിന് കൊന്നവനാ. സാറേ, സംഗതി ആകെ കുഴപ്പത്തിലായി. സാർ എന്തിനാ ആ കാളറാമ്പുവിന്റെ മകനെ തല്ലിയത്? തല്ലിയത് കാര്യമുണ്ടായിട്ട് അതിനിപ്പോഴെന്താ? സാറിനെ തിരക്കി അവന്മാര് സ്കൂളിൽ വന്നിരുന്നു. സാറേ, അവന്മാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരാടാ ഇവിടെ ഈ തല്ലുകാരൻ വാദ്യാര്? താനാണോ? അപ്പോഴേ വാദ്യാരെ, താൻ ഇതേവരെ തല്ലു കൊടുത്തിട്ടല്ലേ ഉള്ളൂ, കൊണ്ടിട്ടില്ലല്ലോ. ഇതുവരെ കൊള്ളേണ്ടി വന്നിട്ടില്ല. പിന്നെ വേണ്ടി വന്നാൽ കൊള്ളണമല്ലോ. ഓഹോ, അപ്പൊ താൻ രണ്ടും കൽപ്പിച്ചു വന്നിരിക്കുകയാണല്ലേ? ആ, എന്ന് പറയാം. അപ്പോഴേ താനൊന്ന് എണീറ്റേ, നമുക്കൊന്ന് ശരിക്ക് പരിചയപ്പെടാം. അതിനെന്താ, പരിചയപ്പെടാമല്ലോ. അയ്യോ വേണ്ട സാർ, ഉണ്ടിട്ട് എഴുന്നേറ്റാ മതി. ഇനി അവനതി ഉണ്ണേണ്ടി വരില്ലടി. താൻ എന്റെ കൊച്ചിനെ തല്ലും അല്ലേ? തെറ്റ് ചെയ്താൽ ആരുടെ കുട്ടിയെന്നില്ലല്ലോ. അപ്പൊ ആരുടെ കുട്ടിയായാലും നീ തല്ലും അല്ല പട്ടി? സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? നിനക്ക് തല്ലാനല്ല അവനെ ഞാൻ വളർത്തുന്നത്. അവനെ ചോറ് കൊടുക്കുന്നത് ഞാനാ, നിന്റെ തന്തയല്ല. പിന്നെ ഞാനൊരു അധ്യാപകനാണെന്ന് കരുതി എന്റെ കൈമടക്കി പാക്കറ്റിലിട്ടിരിക്കുകയാണെന്ന് കരുതരുത്. നീ എന്താ പേടിപ്പിക്കുന്നു?
ദാമോണ്ണ നമുക്ക് പോവാം. നമുക്ക് അവനോട് പിന്നെ പകരം ചോദിക്കാം. എന്റെ കത്തി കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ അവനെ കീഴ്ചേനെ. അയ്യോ എന്റെ കത്തി. എടോ അധ്യാരെ, നീ കരുതിയിരുന്നു നീ കാളദാമുനെ നോവിച്ചുവിട്ട. അല്ലെങ്കിൽ ഇയാളങ്ങ് മൂക്കി വലിച്ചേരിക്കളെ. ഒന്ന് പോടാ അവിടെ. ഓടാ. ഞാൻ അക്കരെയായിരുന്നു. അറിഞ്ഞ ഉടനെ വന്നു. സാറിനൊന്നും പറ്റിയില്ലല്ലോ. ഓ സാരമില്ല. നിങ്ങൾ അറിഞ്ഞോ പുതുതായി വന്ന സാർ ദാമോദരനെ തല്ലിയത്? അറിഞ്ഞു. ആ സാറിപ്പോ തുളസിയുടെ കൂട്ടത്തിലാ. അവൾക്ക് വേണ്ടിയാ തല്ലിയത്. അവളുടെ കണ്ണും ചിരിയും കണ്ടാൽ ആരാ വീഴാത്തത്? എന്നാലും അയാളൊരു വാദ്യാര് സാറല്ലേ. ദേ ഒരു കാര്യം, വള്ളത്തിരുന്ന് പോക്കൃത്ത് പറയാൻ മണ്ടയ്ക്ക് വീക്കും. ദാമോദരൻ വല്ല റൗഡിയല്ലേ? ഇരട്ടച്ചങ്ങനെ ഒറ്റക്കുത്തിരി വളർത്തിയവനല്ലേ? എന്നിട്ട് എന്താ വാലി ചുരുട്ടിയത്? ആ സാറേ മുലപ്പാല് കുടിച്ച് വളർന്നവനാ. മനസ്സിലായോ? അവന്റെ ഒരു അഹങ്കാരം. വെളിനാട്ടിൽ കിടന്ന വാണാല് വാദ്യാര് ഇവിടെ വന്ന് കിടന്ന് വിളയണ കണ്ടില്ലേ? അവൻ പിള്ളാരെ പഠിപ്പിക്കുന്നില്ല നീ, അവൻ പിള്ളാരെ നശിപ്പിക്കാ ചെയ്യുന്നേ. ക്ഷമിക്കുന്നതിന് ഒരു അതിലുണ്ട്. ഞാൻ കൈകളൊന്നും എടാ വാദ്യാരെ, നീ എന്നെ തല്ലിയല്ലേ? അമ്മേ, സാറിനോട് വലിയ ഇഷ്ടാ. ഇനി എന്റെ മോള് പിള്ളേര് കളിയാക്കിയ സാറിനോട് പറയരുത് കേട്ടോ. ഞാൻ പറയും, സാറ് നല്ല അടി കൊടുക്കും. ദേ ഇവിടെ നോക്ക്, ഞാൻ പറയുന്ന അനുസരിക്കണം. ആരെന്ത് പറഞ്ഞാലും സാറിനോട് ഒരു അക്ഷരം പറയരുത്. പറയുവോ? ഇല്ല. നല്ല മോള്. ഒന്ന് പതുക്കെ പോകെങ്കിൽ ഇങ്ങനെ ഓടിയാൽ ഞാൻ വീഴും. മിടുക്കി. കണ്ടോ കണ്ടോ, ഇങ്ങനെ ആടിന്റെ സ്വഭാവം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്താ ഇത്ര ചിരിക്കാൻ? പിന്നെ ചിരിക്കാതെ എന്ത് ചെയ്യും? ആടിന്റെ സ്വഭാവം കാണിക്കാതെ നാനയുടെ സ്വഭാവം കാണിക്കും. ഓ, ഇത് കേൾക്കാൻ വേണ്ടിയാണോ ഇവിടെ വന്ന് നിന്നത്? ഇവിടെ വന്ന് നിന്നത് നിന്നെ കാണാനാ. നീ എന്താ രാവിലെ ചായയും കൊണ്ടുവരാൻ? ചായ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ അച്ഛൻ കണ്ടു. അച്ഛൻ വലിയ കാര്യത്തിൽ അത് വാങ്ങിയും കുടിച്ചു. ചായ ഇല്ലെങ്കിലും നിനക്കൊന്ന് വന്നുകൂടായിരുന്നു മാളു. നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാ. നോണ, ഇതായപ്പേട്ടൻ ചുമ്മാ പറയാ. ഞാൻ നിന്നോട് നുണ പറയുമോ? ഇപ്പൊ തന്നെ ഗോപാലിനെ വള്ളവിപ്പിച്ചിട്ടാ വന്നത്. രാവിലെ നിന്റെ അച്ഛൻ അക്കരയ്ക്ക് പോകുന്നുണ്ടല്ലോ. എവിടെ പോയതാ? അമ്മയുടെ അടുത്ത് പോയതാ. വൈകിട്ടേ വരൂ. അങ്ങനെ വരട്ടെ. അപ്പോ നമുക്ക് പതുക്കെ പോയാ മതി. ഓ, ആ കിളവന്റെ ശല്യമില്ലാതെ ഇന്ന് വൈകുന്നേരം വരെ നമുക്ക് ഒന്നിച്ചു പോകാം. ഒരു വല്ലാത്ത ശല്യം തന്നെ നിന്റെ അച്ഛൻ. ഇതെന്താ ഇത്? ആട്. ആട്? മേയ്ക്കാൻ. അപ്പൊ പിന്നെ ഇതോ?